ഗ്യാസ് ഓഫ്. നിങ്ങൾക്കാർക്കെങ്കിലും ഈ ചെടി എന്താണെന്നറിയോ? ഇത് ഞാൻ മീഷോന്ന് വിത്തുകൾ ഓർഡർ ചെയ്തപ്പോൾ അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. വിത്ത് പാകിയപ്പോൾ ഇങ്ങനൊരു സാധനം മുളച്ചത്. ഇതെന്താണെന്നറിയില്ല. യൂട്യൂബിൽ ഇതിൻ്റെ പേരറിയാത്തതുകൊണ്ട് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യാൻ എനിക്ക് കഴിയണില്ല. ഇതിൻ്റെ പേരൊന്ന് കമൻറ്റിൽ അറിയിക്കും എനിക്ക്. നിങ്ങൾക്ക് ആർക്കും ഇത് അറിയുന്നുണ്ടെങ്കിൽ. ഇത് നല്ല നമ്മളെ തുളസിൻ്റെയൊക്കെ ഒരു സൈസ് അങ്ങനത്തെ ഒരു വാസനയാണ്. പിന്നെ ഇതിന്മേൽ തുളസിൻ്റെ മുകളിലുണ്ടാവുന്ന പൂവിൻ്റെ മാതിരത്തെ സാധനം ഉണ്ടാവും ചെയ്യും. ഇതെന്താണെന്ന് ഒന്ന് പറഞ്ഞു തരുമോ? അറിയുന്നവർ കമൻറ്റിലൊന്ന് പറഞ്ഞു തരുമോ? കടുകാണ് കേട്ടോ ഇത്. അപ്പം നമ്മളെ വീട്ടിൽ നട്ടാൽ കടുക് ഉണ്ടാവും എന്ന് ഉറപ്പിക്കാം. നമ്മളെ വീട്ടിൽ നിന്ന് വാങ്ങിയ കടുക് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പാകി നോക്കിയതാണ്. അത് മുളച്ചു. ഉണ്ടോ? ഉണങ്ങിയപ്പോൾ കടുകാണിത്. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ നട്ടുണ്ടാക്കിയതാട്ടോ ഞാനിത്. ഇപ്പം അതൊക്കെ പറിച്ചെടുത്തു. ഒരുപാട് തക്കാളി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരുപാട് പറിച്ച് ഞാൻ. ഇങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമാണല്ലേ ഉണ്ടാവുമ്പോൾ. ഇതുപോലെ കുക്കുംബർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അത് ഞാൻ എല്ലാ കൊല്ലവും ഇങ്ങനെ ഉണ്ടാക്കലുണ്ട്. കുക്കുംബർ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കാം, നമുക്ക് മക്കൾക്ക് കഴിക്കാമല്ലോ. അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ഈ ഒക്ടോബർ മാസം വരട്ടെ, അപ്പോൾ തുടങ്ങണം. മഴ കഴിയുമ്പോൾ ഞാൻ ഓരോന്നിങ്ങനെ കുഴിച്ചിട്ടുണ്ടാക്കും. ചാക്കിൽ നട്ടതാട്ടത്. ചാക്കിൽ നട്ടിട്ടുണ്ട്. നിലത്തൊരിത്തിരി മണ്ണിൽ നട്ടിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ ഈ കിച്ചൺ വേസ്റ്റുകളുണ്ടല്ലോ, അത് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ നമുക്ക് അയൽക്കൂട്ടത്തിൽ നിന്ന് കിട്ടിയതായിരുന്നു ഇത്. കോളിഫ്ലവറും ക്യാബേജും അതും ഇതുപോലെ ഞാനൊന്ന് നട്ട് നോക്കിയതാണ്. യൂട്യൂബിലൊക്കെ കണ്ട് അങ്ങനെ നട്ട് നോക്കിയതാണ്. കണ്ടോ, ഉഷാറായിട്ടുണ്ടായിട്ടുണ്ട്. അധികം ഇതൊന്നും കൊടുത്തില്ല. ഇതുപോലെ കിച്ചൺ വേസ്റ്റ് മാത്രം ഇട്ട് കൊടുക്കും അതിൽ. അല്ലാതെ ഒരു വളമി ഞാൻ കൊടുത്തിട്ടില്ല. ഒരു ആട്ടുകാഷ്ടോ ചാണകമോ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ട് ഇത്രയും ഉഷാറായിട്ടുണ്ടായിട്ടുണ്ട്. കോളിഫ്ലവറും ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ പറിച്ചെടുത്തിട്ട് ഞാൻ ക്യാബേജും കോളിഫ്ലവറും. പിന്നെയാണ് എനിക്ക് വീഡിയോ എടുക്കേണ്ട ഓർമ്മ വന്നത്. അങ്ങനെ എടുക്കാം. കണ്ടോ, കോളിഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അത് പറിക്കണം.